2019 മോഡൽ VXI 79,000 കിലോമീറ്റർ 79,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് 2020 മോഡൽ നെക്സോൺ XZ പെട്രോൾ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. അതിന് 2015 S ഓപ്ഷൻ CVT ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു ഹോണ്ട അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ, അലോയ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോഗ് ലാമ്പ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ അടക്കുന്നുണ്ട്. ഇപ്പോൾ പക്ക കണ്ടീഷനിലുള്ള ഇപ്പോൾ എഞ്ചിന്റെ റിസ്റ്റോറേഷൻ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കണ്ണൂരുള്ള TVS സർട്ടിഫൈഡിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് നമ്മൾ TVS സർട്ടിഫൈഡ് എന്ന ഒരു സ്ഥാപനം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മാവൂർ റോഡിലുള്ള ഡീലർ പ്രൈസിൽ, അതായത് B2B ബിസിനസ്സാണ് ഇവരുടേത്. അതായത് ഡീലേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടികൾ കിട്ടും. പക്ഷേ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും വണ്ടിയിലുണ്ടാവും. അത്രയും ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് വണ്ടികൾ കിട്ടുക. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ തോട്ടടേൻ്റെയും നടാലിൻ്റെയും നടുവിലായിട്ടാണ്. റിനോ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. നമ്മൾ പുറത്തൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അക്ഷയനെ സ്വാഗതം ചെയ്യാം. അക്ഷയ്, സ്വാഗതം. താങ്ക് യു. അപ്പോൾ കോഴിക്കോട് കണ്ണൂരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കാല്ലേ മൊത്തത്തില്? നോർത്ത് റീജിയൻ മൊത്തമായിട്ട്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ വീഡിയോസിന് എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോട് നല്ല അഭിപ്രായമായിരുന്നു, അടിപൊളിയായിരുന്നു. പോയോ? പോയി. ഓക്കെ. അതിൽ നമ്മളൊരു സഫാരി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേഴ്സ് തന്നെ. കാരണം പഴയ സഫാരി അത് ഇതേപോലെ ഒരു വീഡിയോ കണ്ടിട്ട്, കാരണം ഇനി ക്രേസിൽ ആളുണ്ടാവുമല്ലോ. തീർച്ചയായും സഫാരിന്റെ കോലം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു. കാരണം അന്ന് പറഞ്ഞ ആ വണ്ടി ഞാൻ പറയുന്നത് അതിൽ കുറെ പണിയെടുക്കാണ്ട്. പക്ഷേ അതാണ് ആ പ്രൈസിനെ കൊടുത്തത്. അതെ, പ്രൈസ് അങ്ങനെയാണ്. ആ പ്രൈസിന് തന്നെ കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് ഇഷ്ടപ്പെടുന്ന ഒരാള് മൂപ്പരെടുത്ത് പണിയെടുത്തിപ്പോ ഉപയോഗിക്കാൻ തുടങ്ങിയായിരിക്കും. തീർച്ചയായും അത് തന്നെയാണല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഷോറൂം ആയിക്കോട്ടെ, എവിടെ പോയിട്ട് നിങ്ങൾ വണ്ടികൾ എടുത്താലും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി എടുത്തുക. ഷോറൂമാർ നിങ്ങളോട് പറയാണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്. അത് ചില ഷോറൂമാർ അങ്ങനെ ഉറപ്പ് തരും. നമ്മൾ ചെയ്യുന്ന എല്ലാ ഷോറൂമുകളിലും തന്നെ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അവർ വണ്ടി തിരിച്ചെടുക്കുന്നുള്ള ഉറപ്പ് അവർ പറയുന്നുണ്ട്. എന്നാൽ കൂടെ അല്ല, നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം നിങ്ങളും കൂടി ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഇനി അവരെ കൊണ്ട് നോക്കിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സർട്ടിഫൈ ചെയ്ത് വാങ്ങാം. നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് തന്നാൽ മതി, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വാങ്ങിക്കാം. ഓക്കെ. അതേപോലെ ഇൻഷുറൻസ് ഹിസ്റ്ററി കൂടെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടില്ല, ആക്സിഡൻറ്റ് ക്ലെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഹിസ്റ്ററിയിലാണ് കിട്ടുക. അപ്പോൾ പുറത്തുനിന്ന് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ അത് ഹിസ്റ്ററി കയറില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കിയിട്ട് എവിടെ പോയിട്ട് വണ്ടികൾ നിങ്ങൾ എടുക്കാവും. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതലായിട്ടും B2B ആണ് ചെയ്യുന്നത്, ജിതേട്ടൻ അറിയായിരിക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു എൻക്വയറി വരുന്നുണ്ട് തന്നെ അതിന് മുന്നേ ഇവാലുവേറ്റ് ചെയ്ത ഒരു വണ്ടി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഇവാലുവേഷൻ്റെ അപ്പുറം ഞങ്ങൾ ഇവാലുവേറ്റേഴ്സ്, സാധാരണ ആ ഇവാലുവേഷൻ്റെ പുറത്ത് ഞങ്ങൾ ഇവാലുവേറ്റേഴ്സ്, കാരണം സർട്ടിഫൈഡിന്റെ ഇവാലുവേറ്റേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ റിപ്പോർട്ട് ആക്കിയിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വണ്ടി വെക്കാറ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ കോഴിക്കോടായാലും കണ്ണൂരായാലും യാർഡിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവാലുവേറ്റേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ്സ് നോക്കിയിട്ട് സർട്ടിഫൈഡ് ആയിട്ടാണ് വണ്ടി യാർഡിലേക്ക്. എന്തുണ്ടോ അത് അതേപോലെ തന്നെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ വണ്ടിക്ക് എന്താ അപാകതയുണ്ടോ അതും പറഞ്ഞിട്ടേ തരുള്ളൂ. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, വീഡിയോയിലേക്ക്. ആദ്യ വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. ഇത് VXI ആണോ? VXI. ഓക്കെ. ഇത് ചെയ്താണോ അഡീഷണൽ ഫോഗ് ലാമ്പ് അഡീഷൻ ചെയ്തത്? VXIയിൽ വരുന്നില്ല അല്ലേ? ഇല്ല. ഓക്കെ. ഏതാ മോഡൽ? ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXI. ഓക്കെ. 79,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ ആണ്. 79,000 ഓടി. അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഒരു ഡോറും അതുപോലെ തന്നെ ക്വാർട്ടർ പാനലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ റീപ്ലേസ്ഡ്, ഈ സൈഡ് ക്വാർട്ടർ പാനൽ, അതായത് സൈഡിൽ നിന്ന് ഒരു അടി കൊണ്ടുവരുന്നത്. LH ബാക്ക് ഡോർ റീപ്ലേസ്ഡ് ആണ്. അതേപോലെ തന്നെ ക്വാർട്ടർ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഡോറിന്റെ ഡോർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡോർ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഡിക്കി ഡോർ ഇല്ല, മാറിയിട്ടില്ല. സൈഡിലാണ്, സൈഡിൽ ചെറിയൊരു സൈഡിൽ ചെറിയൊരു ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അതാണ് ഹിസ്റ്ററിയിലുള്ളത്. വേറെ അപ്രോണിലോ ക്രോസ് മെമ്പറിലോ ഒന്നുമില്ല, ഫ്രണ്ടിലും കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നുമില്ല. ഫ്രണ്ട് പോർഷൻ എല്ലാം ഓക്കെയാണ്. ബാക്കിൽ ആ കോർണറിലാണ് ആക്സിഡന്റ് പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി ഇന്ത്യൻ എക്സ്റ്റീരിയർ വൈസ് കാണാൻ ലുക്ക് ഉണ്ട്. വണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു വർക്ക് എടുത്തിട്ട്, കാരണം ഞങ്ങൾ എന്താ പറയണ്ടേ, അതാ പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. വേറെ വണ്ടിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. വണ്ടി നല്ല പെർഫെക്റ്റ്ലി ഷേപ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ ബാക്കിൽ ഈ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കിപ്പോൾ ഫൈനൽ ചെയ്ത് 4,80,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. 480. ഓക്കെ. 480 2019 മോഡൽ VXI 79,000 കിലോമീറ്റർ 79,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഫുള്ളും കയറുമായിരിക്കും അല്ലേ? കയറും. 2019 മോഡലല്ലേ? ഓക്കെ. 19 മോഡലുണ്ട്. പിന്നെ ഏകദേശം 17-18 റേഞ്ച് മൈലേജ് കിട്ടും.
ഈ ഒരു ഇമ്പാക്റ്റാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തത് ഹോണ്ട ജാസ് KL8 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ എക്സൈറ്റ് ചെയ്തേ? ഇത് 2015 മോഡല് ജാസ് VX എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ. അന്നത്തെ അല്ല, ജാസിൽ VX ഉള്ളൂ. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 18 അല്ല 18. ഓക്കെ 18 അല്ല 15. 2015 ജാസ് VX. ഓക്കെ, ഓട്ടം 78,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ 78,000 സംബന്ധിച്ച് 1 ലാഖിന്റെ താഴെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ പെട്രോൾ എഞ്ചിന് ഹോണ്ടേൻ്റെ എഞ്ചിനാണ്. പെട്രോൾ. ഓക്കെ, എഞ്ചിൻ പൈസ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്നതാണ്. ഓരോ വണ്ടിക്ക് അതിന്റെ ഡിഫക്റ്റ് ഉണ്ടാവും. ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, എഞ്ചിന്റെ ഹോണ്ടേൻ്റെ എഞ്ചിൻ വെച്ചാൽ കറക്റ്റ് നിങ്ങൾ ഒരു 10,000 കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ ഒരു പ്രശ്നം ഇതുവരെ സംഭവിച്ചിട്ട് കേട്ടിട്ടില്ല. എൻ്റെ അറിവിലില്ല. പിന്നെ എന്തെങ്കിലും അടിച്ച് സ്പെയറിൽ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ 78,000 രൂപ വണ്ടി അല്ലേ? അതെ, നല്ല ടയർ ഭാഗം ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ഇതിൽ അലവൈസ് കാര്യങ്ങളൊക്കെ വരും. ഏറ്റവും ടോപ്പൻ്റെ ആണ്. നല്ല ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ വാഹനം. കംഫർട്ടബിൾ. മൈലേജും ഒരു 12, 15, 16 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു തരത്തിലെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണല്ലോ. അതെ. ഓക്കെ, എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് ഫൈനൽ 4,15,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കാം. 4,15,000 2015 VX ഫുൾ ഓപ്ഷൻ ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരുമോ? ഫുൾ ഓൺ 2015 ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 3.45, 3.50 എല്ലാം കയറും. ഓക്കെ, ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നല്ലൊരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. നോക്കാം അല്ലേ? നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി. വേറെ ഒരു വർക്കുമില്ലല്ലോ? ഒരു വർക്കുമില്ല. അടുത്ത വേണമെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിളക്കം കിട്ടും. പോളിഷ് നിങ്ങൾ ചെയ്ത് കൊടുക്കും അതോ? ഞങ്ങൾ B2. ഓക്കെ, അടുത്തത് SUV സെഗ്മെന്റ് ആണ്. ടാറ്റ ഹാരിയർ KL78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല തന്നെ. അതെ, എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2022 മോഡല് ഹാരിയർ XM ഡീസൽ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഡീസലും ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം. മാനുവൽ. ഓക്കെ, ഓട്ടം 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 78,000 2022. ഓക്കെ, 78,000 ഓടിയിട്ടുണ്ട്. 78,000 സിംഗിൾ ഓണർ ഡീസലാണ്. സെയിം നമ്പറിന്റെ രജിസ്ട്രേഷൻ തന്നെയാണല്ലോ ഓട്ടം. അതെ, 78 ഇരിട്ടി രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ തന്നെ കിടക്കുകയാണ്. 22 മോഡലില്. ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, കഴിഞ്ഞായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിലിപ്പോൾ AC പോർഷൻ, 4 വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അലോയ്സ്, 4 വീൽസ് അലോയ്സ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. അതെ, ഇല്ലാത്തത് നമുക്കൊന്നും സൺറൂഫ് ഉണ്ടാവില്ല, പിന്നെ പുഷ് ബട്ടൺ ഉണ്ടാവില്ല, പിന്നെ 6 എയർ ബാഗ് മറ്റേലുണ്ടാവും, ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ഞാൻ ഇന്നലെ അനസ്കാന്റെ വീഡിയോ, കണ്ണൂർ ഓട്ടോമോട്ടിലെ വീഡിയോ ചെയ്തപ്പോൾ ഗ്രാൻഡ് വിറ്റാറാ കാണിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ചെയ്യുന്നതിന് മുന്നേ പോയിട്ട്. ശരി, അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ പോലെ തന്നെ ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാം. അനസ്കാർ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഡെൽറ്റയാ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇന്ത്യൻ രജിസ്റ്റർ എടുക്കുമ്പോഴാണ് നമ്മൾ പിന്നെ കണ്ടത്. അത് കട്ട് ചെയ്യാൻ പറയാൻ വിട്ടിട്ട് പിന്നെ വിട്ടുപോയി അല്പം അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ഷമ ചോദിക്കുന്നു. അതിൽ വീഡിയോയുടെ അടിയിൽ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ എന്ന് പറഞ്ഞ്. ആ ബാക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അതാ ഞാൻ ഇതിന്റെ ഫുള്ള് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ XM ആണ് പേരുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയാണ് ഇത്? നമുക്ക് ഫൈനലി 10,30,000 രൂപ ഞാൻ കൊടുക്കാം. 10/30 2022 78,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ മാനുവൽ ടാറ്റ ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, മൈലേജ് ഒരു 12, 15, 16 വരെ കിട്ടുമായിരിക്കും. എന്താ പറയണ്ടേ, മെയിൻലി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്ഷൻ. കാരണം ഹാരിയർ ആണ്, സേഫ്റ്റി പവർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സാധാരണ വണ്ടികളെ അപേക്ഷിച്ചിട്ടുള്ള മൈലേജ് ചിലപ്പം കിട്ടണമെന്നുണ്ടാവില്ല, പക്ഷെങ്കിൽ വണ്ടി പക്ക സേഫാണ്. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു തരത്തിലുള്ള ക്ലെയിം ഒന്നുമില്ല. അടുത്തത് ചെറിയൊരു റേറ്റിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഒരു സെലേറിയോ ആണ്, KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം, കണ്ണൂർ ജില്ല. അതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക്. 14 VXi മേഡിലോ അല്ല, അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ല? അതെ, ഓക്കെ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. AMT ഗിയർ ബോക്സ് ആണ് വരിക. സാധാരണഗതിയിൽ 14, 17, 18 വരെയൊക്കെ മൈലേജ് കിട്ടും. ഇതാകുമ്പോൾ 1 കിലോമീറ്റർ കുറയും അല്ലേ, കൂടി വന്നാൽ. അത്രയും മാനുവലിനെ കമ്പയർ ചെയ്യുന്ന നേരം കുറവായിരിക്കും, 1 കിലോമീറ്റർ അങ്ങനെ അത്രയേ ഉള്ളൂ. സാറ് മാനുവൽ എങ്ങനെയാണോ മാറ്റുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ റോബോട്ടിക് സിസ്റ്റം ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം എത്ര പറഞ്ഞ ഓട്ടം? 1,35,000 സിംഗിൾ ഓണർ. 1.35 കോടി ഉണ്ടല്ലേ? സർവീസ് എല്ലാം പക്ക. അതെ, പക്ക. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ക്രാച്ച് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫെൻഡറിന് എടുക്കുക ഒരു സ്ക്രാച്ച് ഉണ്ട്. ഒരു 5 രൂപേന്റെ RF കാണേണ്ടി വരും. പുതിയ ടയേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ ടയേഴ്സ്, 4 പുതിയ ടയേഴ്സ്. അതെ, ഓക്കെ.
വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനലി 2,50,000 രൂപ കൊടുക്കാം. 250. 2.5 ലക്ഷത്തിന് 2014 VXI ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങൾക്ക് ഉണ്ടാവും. 1.35 ഓടിയത്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. അതെ അതെ. ലോൺ ഫുള്ള് ചാൻസ് ഉണ്ടോ? 2014 ഒരു 2 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടും. അടുത്തൊരു i20 ആണ്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ തന്നെ, സെയിം രജിസ്ട്രേഷനാണ്. പെട്രോൾ ഡീസൽ? ഇത് പെട്രോൾ. ഓക്കെ, വലിയ മെയിൻ്റെനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഡീസലിനെ അപേക്ഷിച്ച് വെച്ച് നോക്കും. അതെ അതെ അതെ. എങ്ങനെയാണ് ബാക്കി? ഇത് 2011 മോഡല് i20 Asta എന്ന് വെച്ചാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് Asta. അന്നത്തെ അതായത് അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അന്ന് പിന്നെ പുഷ്പട്ടം വരുന്നില്ല. ഇല്ല, പുഷ്പട്ടം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ടാവില്ല? 2 എയർ ബാഗ് ഫുൾ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ടയേഴ്സാണ്. പുതിയ 4 ടയേഴ്സാണ്. അടിപൊളി ടയേഴ്സാണ്. വേറെ ഒന്നും ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? വർക്ക് ഇനി ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് മീൻസ് എടുക്കുന്ന ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിഷോ അല്ലെങ്കിൽ ചെറിയൊരു ടച്ചപ്പോ ചെയ്താൽ മതി. മീൻസ് ബമ്പറിന്റെ കോർണർ ചെറിയൊരു സ്ക്രാച്ച് കാണുന്നത് ബാക്കിൽ. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. വേറെ എന്തെങ്കിലും? വേറെ റീപ്ലേസ് അല്ല, ബോണ്ട് റീപ്ലേസ് ആയിട്ടില്ല. ഈ ആംഗിളിൽ ചെറിയൊരു വർക്ക് എടുത്താണുണ്ട്. ഇവിടെ ചെറിയൊരു വർക്ക് എടുത്താണ്. മേജർലി വേറെ ഉള്ളിലേക്കുള്ള സ്ട്രക്ചറോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഡീൽ മാറിയതായിരിക്കാം. ഓക്കെ, പെട്രോൾ ആണ്. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 75,000 കിലോമീറ്റർ കേട്ടോ. വലിയ ഓട്ടോ പോയിട്ടില്ല കേട്ടോ. അതെ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 2014 നമുക്ക് പറയുന്നുണ്ടോ? ഷുവർ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 2011 ആസ്റ്റ പെട്രോൾ i20 ആണ്. മൈലേജ് ഒരു 11-14 വരെയൊക്കെ മൈലേജ് കിട്ടും. എത്രയാ ഇപ്പോൾ ചോദ്യം? എത്രയാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ചെയ്തില്ല? അതെ, ഓർമ്മയുണ്ടല്ലോ. ഇത് അത് നമ്മൾ കോഴിക്കോട് നിന്നായിരുന്നു. അത് പക്ഷേ മേഘിനായിരുന്നു, ആസ്റ്റി അല്ല. കാരണം അന്ന് 2 ലക്ഷം രൂപേന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ആസ്റ്റിയും മാഗ്നിയും തമ്മിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എത്ര ചോദ്യം? ഇതിപ്പോൾ നമുക്ക് അതേ പ്രൈസ് തന്നെ കൊടുക്കാം. 1,38,000 രൂപ ഫൈനൽ ഞാൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, 1.38-ന് 2011 മോഡൽ ആസ്റ്റ 78,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഒരു പെട്രോൾ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ചാൻസ് ഉണ്ടോ? ലോൺ 2011 കിട്ടുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ്. അടുത്തത് കോമ്പാക്ട് SUV ടാറ്റ നെക്സോൺ KL13 കണ്ണൂർ വണ്ടി തന്നെയാണ്. കൂടുതലും കണ്ണൂർ വണ്ടി തന്നെയാണ്, കണ്ണൂർ ജില്ലക്കാർ തന്നെയാണ്. അതല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് നെക്സോൺ XZ പെട്രോൾ. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ബാക്കി റിയർ വൈപ്പർ ഉണ്ടാവില്ല. റിയർ വൈപ്പറും ഇല്ല അല്ലേ? ഡിഫോഗർ ഇല്ലേ? ഡിഫോഗറും ഇല്ല. ഓക്കെ, അത്രയും മാറ്റമുള്ളൂ. പിന്നെ സൺറൂഫ് ഉണ്ടാവില്ല. അതെ, കുറച്ച് മാറ്റങ്ങളുണ്ട്. പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയിന്നുള്ളൂ. ഓക്കെ, ഇതിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫോഗ് ലാമ്പ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, പിന്നെ സ്പോർട്സ് മോഡ്, മറ്റേ നമ്മളെ മോഡ്സ് ഉണ്ട്. ഓക്കെ, ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. പിന്നെ നല്ല ടയേഴ്സ് ആണ്. XZ. ഓക്കെ, എത്ര ഓട്ടം? ഇത് 1,06,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പെട്രോൾ. ഓക്കെ, 1.6. സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും? അല്ല, പറയരുത്. എന്നാലും ഡോക്ടർ യൂസ്ഡ് വെഹിക്കിളാണ്. അത് പറയണ്ട, അതിൻ്റെ ആവശ്യം പറ്റില്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, 20 മോഡൽ. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് ഫൈനലി 5,30,000 രൂപ കിട്ടിക്കാൻ ഞാൻ കൊടുക്കാം. 5.30-ന് 2020 മോഡൽ ഈ ഒരു XZ നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് എത്ര കയറാൻ ചാൻസ്? ലോൺ കിട്ടും. ലോണ് 2020 ആകുമ്പോൾ ഒരു 5 ലക്ഷം വരെയൊക്കെ ലോൺ കയറും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും ഹോണ്ടയുടെ വണ്ടി തന്നെ. ഹോണ്ട അമേസ് KL13 കണ്ണൂരുകാരൻ തന്നെയാണ്. CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. ഓക്കെ, നമ്മളെ CVT-ൽ പല ഗിയർ ബോക്സ് ഉണ്ട് ഓട്ടോമാറ്റിക്കൽ. അതിൽ CVT എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ടോപ്പിന്റെ പെട്രോൾ ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല എഞ്ചിൻ വൈസ് പിന്നെ പറയണ്ട. ഓക്കെ, CVT ഗിയർ ബോക്സ് നമ്മൾ കൊടുക്കുന്ന പവർ ലാഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല് അമേസ് S CVT. മിഡിൽ ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷൻ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരുന്ന ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ബാക്കി പവർ വിൻഡോസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഓട്ടം 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് പക്ക പ്രോപ്പർ സർവീസാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല എന്താ പറയുക, കസ്റ്റമർ അത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. വണ്ടിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. വണ്ടി നല്ല സിമെട്രിക്കലി അടിപൊളി ഷേപ്പാണ്. ടച്ചപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ സർവീസാണ്. കറക്റ്റ് പോയിക്കോളും, അങ്ങനെ ഓടി പോയിക്കോളും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. എത്ര ചോദ്യം? എത്രയുണ്ട്? ഇത് നമുക്ക് ഫൈനൽ 3,30,000 രൂപ കിട്ടി ഞാൻ കൊടുക്കാം. 3.30-ന് 2015 S ഓപ്ഷൻ CVT ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു ഹോണ്ട അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.25-3 ലക്ഷം വരെ ലോൺ കയറും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടി. അടുത്തത് i10 ഗ്രാൻഡ്
KL58 തലശ്ശേരി വണ്ടി തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ ആസ്റ്റ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഒരു 10 to 13 വരെയാണ് മൈലേജ് കിട്ടുക. പക്ഷെ ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നതും കൂടി നല്ല പവർഫുൾ ആണ് വണ്ടി. അപ്പോൾ ടോർക്ക് കൺവെർട്ടർ കൂടി ആകുമ്പോൾ ഓടിക്കാൻ നല്ല രസമായിരിക്കും. നമുക്ക് ഉള്ളിലിരുന്നിട്ട് അതന്നെ ഡ്രൈവ് ചെയ്യുന്നേരോ ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ലക്ഷറിയസ് ഫീൽ നമുക്ക് കിട്ടും തീർച്ചയായും. ഓട്ടോ എത്ര പോയി? ഇത് 84,000 കിലോമീറ്റർ ഓട്ടം പോയിട്ട്. 84,000. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ, അലോയ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോഗ് ലാമ്പ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ അടക്കുന്നുണ്ട്. ഇപ്പോൾ പക്ക കണ്ടീഷനിലുള്ള ഇപ്പോൾ എഞ്ചിൻ്റെ റിസ്റ്റോറേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ വർക്ക് എല്ലാം കൂടി. എഞ്ചിൻ എന്താ രജിസ്ട്രേഷൻ ചെയ്യാം? ഇതിന് മുന്നേ ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 80,000 രൂപയുടെ ഫുള്ളി എഞ്ചിൻ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതെ, ഓക്കെ. കാര്യമായിട്ടുള്ള പണി വന്നിട്ടാണോ ചെയ്ത്? കറക്റ്റ് അറിയില്ല, പക്ഷേ നമ്മൾ ഇവാലുവേറ്റർ ചെക്ക് ചെയ്ത് ഇപ്പം നോ പ്രോബ്ലം ആണ് വണ്ടി. പക്ഷേ ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ 80,000 രൂപയുടെ ക്ലീൻ. കാരണം ഒരു എഞ്ചിൻ ഫുള്ളി വർക്ക് ചെയ്യേണ്ട പൈസയാണത്. അപ്പോൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? ഇത് നമുക്ക് 3,30,000 രൂപ ഫൈനലിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. 3:30 2014 ഐട്ടൺ ഗ്രാൻഡ് ആസ്റ്റ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഒരു 3 ലക്ഷം വരെ? 3 ലക്ഷം വരെ ലോൺ ഉണ്ട്. ഓക്കെ. അടുത്തത് ആൾട്ടോ 800 KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. സാധാരണക്കാരൻ്റെ പടക്കുതിര. അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡല് ആൾട്ടോ 800 VXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ ഇതായിട്ട് സെൻട്രൽ സ്റ്റീരിയോ ചെറിയ മാറ്റങ്ങളുണ്ട്. 17. ഓട്ടോ എത്ര പോയി? ഇത് 57,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്, പ്രോപ്പർ സർവീസ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ കിടക്കാണ്. 57,000 കിലോമീറ്റർ. 2017 VXi ആണ്. VXi 800 അല്ലേ? അതെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും അല്ലേ? കൂളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഒതുങ്ങിയ വണ്ടി. തീർച്ചയായിട്ടും. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് ഫൈനലി 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷമാണ് ഫൈനൽ റേറ്റ്. 2017 ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. നമ്മൾ എന്തായാലും ഈ സ്റ്റോക്ക് ഇവിടെ തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോക്ക് ഇനിയും ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം നമുക്ക് എല്ലാ വണ്ടികളും എത്താൻ പറ്റില്ല. പിന്നെ ഒരു ടിയാഗോ എക്സെറ്റ് ഉണ്ടായിരുന്നു, അൾട്രോസ് എക്സെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അൾട്രോസ് എക്സെറ്റിന് എനിക്ക് തോന്നുന്നു 2020 മോഡൽ അൾട്രോസ് എക്സെറ്റിന് 4,60,000 രൂപയുണ്ട്. ഓക്കെ. അത്രേ വരുന്നുള്ളൂ. അതൊന്നും പക്ഷേങ്കിൽ എന്താ പറയുക, ചെറിയൊരു എന്താ പറയുക സെറ്റപ്പ് ആയതുകൊണ്ട് വണ്ടികൾ എത്തിക്കാൻ പറ്റില്ല. ഓക്കെ. കൂടുതൽ നമുക്ക് അടുത്ത കോഴിക്കോട് നാട്ടിലേക്ക് തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ. ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വിട്ടുപോകരുത്. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഇനി അഭിപ്രായങ്ങളില്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് കാണുന്നതെന്നോ മറ്റോ കമൻസിൽ രേഖപ്പെടുത്തുക. നമുക്ക് വെറുതെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്നേ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അക്ഷയ്, താങ്ക് യു സോ മച്ച്. ബൈ.